വർഷങ്ങൾക്കു ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന ഒരു കംപ്ലീറ്റ് മാസ് എന്റർടൈനർ തിയേറ്ററിൽ എത്താനിരിക്കുമ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി മമ്മൂട്ടി ആരാധകരും മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഈ സിനിമയ്ക്കായി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവികളിൽ 2ാം സ്ഥാനത്താണ് മെഗാസ്റ്റാറിന്റെ ടർബോ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇതര ഭാഷകളിൽ ഒരുങ്ങുന്ന മറ്റു പല സൂപ്പർ താരങ്ങളുടെയും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ടർബോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. മമ്മൂക്കയോ മമ്മൂട്ടി കമ്പനിയോ ടർബോ എന്ന സിനിമയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളോ പ്രൊമോഷൻ പരിപാടികളോ ഇതുവരെ നടത്തിയിട്ടില്ല. ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. ചിത്രത്തിൻ്റെതായി ഒഫീഷ്യലായി ഇതുവരെ പുറത്തുവന്നത് വിരലിലെണ്ണാവുന്ന ചില പോസ്റ്ററുകൾ മാത്രമാണ്. മെഗാസ്റ്റാറിന്റെ ആക്ഷൻ പരിവേഷമുള്ള ആ പോസ്റ്ററുകൾക്ക് പോലും ഇന്ത്യൻ സിനിമ ആസ്വാദകർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പലരും കോടികൾ പൊടിച്ചുള്ള പ്രൊമോഷൻ നടത്തിയാൽ പോലും അതിന് സാധിക്കാറില്ല എന്ന വസ്തുത കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ടർബോയുടെ റിലീസ് ജൂൺ 13-നായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് റിലീസ് നേരത്തെയാക്കാൻ ചിത്രത്തിന്റെ അണിയറക്കാർ തീരുമാനിക്കുകയായിരുന്നു. മെയ് 23-നാണ് ചിത്രത്തിന്റെ പുതിയ റിലീസ് ഡേറ്റ്. ഇത് മമ്മൂട്ടി ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സിനിമയുടെ ടീസറോ ട്രെയിലറോ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ആരാധകരെ തെല്ല് നിരാശയിലാക്കിയിരുന്നു. ഇപ്പോഴത്തെ ആ കാര്യത്തിലും ആവേശകരമായ ഒഫീഷ്യൽ പ്രഖ്യാപനം മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. മെയ് 12-ന് ദുബായിലെ സിലിക്കൺ സെൻട്രൽ മാളിൽ വെച്ച് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കും. ഇത് മമ്മൂട്ടി ആരാധകർക്ക് ഏറെ സന്തോഷമുള്ള വാർത്തയായി മാറിക്കഴിഞ്ഞു. മുൻ മമ്മൂട്ടി ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെക്കുറെ വലിയ ബഡ്ജറ്റിൽ എത്തുന്ന ചിത്രമാണ് ടർബോ. എന്നിട്ടും ചിത്രത്തിന് ആവശ്യമായ പ്രൊമോഷനുകൾ നടത്താത്തതിലും ട്രെയിലറും ടീസറും പുറത്തുവിടാത്തതിലും മമ്മൂട്ടി ആരാധകർ തീർത്തും അസ്വസ്ഥരായിരുന്നു. അവർ അതിനെക്കുറിച്ചുള്ള തങ്ങളുടെ ആകുലതകൾ ചിത്രത്തിന്റെ സംവിധായകന്റെയും മമ്മൂക്കയുടെയും സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾക്ക് താഴെ കമന്റായി അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രെയിലർ ലോഞ്ചിന്റെ പ്രഖ്യാപനം വന്നതോടെ ഇപ്പോൾ ആരാധകർ ശാന്തരായി കഴിഞ്ഞു. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്കു ശേഷം വീണ്ടും മമ്മൂക്കയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ. മമ്മൂക്കയുമായുള്ള പുതിയ കൂട്ടുകെട്ടിൽ തന്റെ പതിവ് തിരക്കഥാകൃത്തിനെ വൈശാഖ് മാറ്റിപ്പിടിച്ചു എന്നതും ആശ്വാസകരമാണ്. സമീപകാലത്ത് പല വിജയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അതിനുവേണ്ടി തൂലിക ചലിപ്പിക്കുകയും ചെയ്ത മിഥുൻ മാനുവൽ തോമസാണ് ടർബോക്ക് തിരക്കഥ രചിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആദ്യത്തെ കൊമേഴ്സ്യൽ സിനിമ എന്നതും ടർബോയുടെ പ്രതീക്ഷയും പ്രത്യേകതയുമാണ്. മമ്മൂട്ടി കമ്പനി എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തമായ ഒരു ബ്രാൻഡായി എന്നേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയായി തിരിച്ചു തരുന്ന ഒരു തിയേറ്റർ ആഘോഷമായിരിക്കും ടർബോ എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ടർബോ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും സിനിമാ ലോകത്തുനിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.